ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വീഡിയോയുടെ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളെല്ലാവരും മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ടല്ലേ. നമ്മൾ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തീർച്ചയായിട്ടും മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. മറ്റെന്തൊരു കാര്യമായിക്കോട്ടെ, നമ്മളതിന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരു ജോലി ആയിക്കോട്ടെ, നല്ലൊരു ജോലി ആയിക്കോട്ടെ, നല്ല ധനികനായ ഒരാളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൻ്റെ കാരണവരായിട്ടുള്ള പടച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നേടിത്തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എപ്പോഴാണ് പടച്ചോൻ വിചാരിച്ചതെന്ന് കഴിഞ്ഞാൽ നമ്മളെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു വ്യക്തിയാണെന്ന് പടച്ചോന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ സ്വപ്നത്തിൽ കൊണ്ടുവരും. മുത്തുനബി തങ്ങൾക്ക് നമ്മളെ സ്വപ്നത്തിൽ വരും. നമ്മൾ പറയുന്ന സലാമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും വഫാത്തായിട്ടുള്ള ദിവസവുമായിട്ടുള്ള റബീഉൽ അവൽ 12 വരികയാണ്. റബീഉൽ അവൽ 12 നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ മൗലൂദും അതുപോലെ തന്നെ നാട്ടിലും പള്ളിയിലും ഒക്കെ ഒരുപാട് പരിപാടികൾ ഉണ്ടാക്കും. വീട്ടിൽ ലൈറ്റുകളൊക്കെ തൂക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതിനിടയിൽ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റബീഉൽ അവൽ 12 അന്ന് എന്നും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഒരിക്കലും കുറക്കാനല്ല, വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളിലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച ഒരാൾക്കാണ് മുത്തുനബിയെ കാണാനും മറ്റുമൊക്കെയുള്ള ഭാഗ്യം ലഭിക്കുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ റബീഉൽ അവൽ 12 സ്വലാത്ത് 10,000 തവണ സ്വലാത്ത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ 10,000 തവണ സ്വലാത്തുകൾ, 10,000 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അല്ല കേട്ടോ. 10,000, അതായത് 1000, ആദ്യം 1000, 2000, 3000, 4000, അങ്ങനെ 10,000 തവണ നമ്മൾ ചൊല്ലിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മരണപ്പെടുന്നതിന് മുമ്പ് നമുക്കൊരു തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ 10,000 തവണയാണ് ചൊല്ലേണ്ടത്. ഇപ്പോൾ നമ്മൾ രാത്രി ചൊല്ലാം, രാവിലെ ചൊല്ലാം എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത്രയും ചൊല്ലി തീർക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കുക. നമ്മളിപ്പോൾ നബിദിനാവുന്ന സമയത്ത് നേരത്തെ മൗലൂദിനൊക്കെ എഴുന്നേൽക്കുമല്ലോ, എന്നിട്ട് ഒരുപാട് ചൊല്ലുക. അങ്ങനെ ഒക്കെ ചൊല്ലി നല്ല രീതിയിൽ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എന്ത് ചെയ്യുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറ്റ് 2 കാര്യങ്ങളാണ് ഈമാനോടുകൂടി മരണപ്പെടുക എന്നുള്ളത്. ഒരാൾ റബീഉൽ അവൽ 12 അന്ന് 10,000 സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എല്ലാ റബീഉൽ അവൽ 12 10,000 സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈമാനോടുകൂടെ മരണപ്പെടാനും ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക, സമയം വെറുതെ പാഴാക്കാതെ അല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് മുത്തുനബി തങ്ങളുടെ പേരിലും ഒക്കെ സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക. അതുമാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 10,000 സ്വലാത്തുകൾ അന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുനബി തങ്ങൾ ജനിച്ചത് മുതൽ വഫാത്താകുന്ന ആ ഒരു കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനു മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച രസകരമായിട്ടുള്ള ചരിത്രങ്ങൾ, സങ്കടപ്പെടുത്തുന്ന ചരിത്രങ്ങൾ, ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ചരിത്രങ്ങൾ, നമുക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ധീര ചരിത്രങ്ങൾ, നബിയുടെ ധൈര്യപൂർവ്വമായിട്ടുള്ള മറ്റുള്ളവരോട് പോരാടിയിട്ടുള്ള, അതും ഇസ്ലാമിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ധീരമായിട്ടുള്ള മുത്തുനബി തങ്ങളുടെ സ്വന്തം ചരിത്രങ്ങൾ, ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം തുടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ നടക്കുന്നുണ്ടാവില്ല. അതുമാത്രമല്ല ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ് താനും.
അതുകൊണ്ടാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇങ്ങനൊരു പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊരു കാര്യം നമുക്ക് തുടങ്ങണമെങ്കിൽ അതിന് കുറേ മുന്നൊരുക്കങ്ങൾ വേണ്ടേ. അപ്പോൾ ഇൻഷാ അള്ളാ എന്തായാലും അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ചേർന്നാൽ മാത്രം മതി. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. മുത്തുനബി തങ്ങളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ എത്രയോ ഉണ്ടല്ലേ. അത് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ പാർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുത്തുനബി തങ്ങളുടെ ഒരുപാട് നല്ല കഥകൾ എന്തുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. കഥകൾ എന്നല്ല, മുത്തുനബി ജനിച്ചത് മുതൽ വഫാത്തായത് വരെയുള്ള എല്ലാ ചരിത്രങ്ങളും നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻഷാ അള്ളാ ഒക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതാണ്. എല്ലാ കഥകളും നമുക്ക് ഒരുമിച്ച് തന്നെ പറഞ്ഞും കേട്ടും രസിച്ചും മുന്നോട്ട് പോകാം. ഈ ഒരു പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളെല്ലാവരും ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. മുത്തുനബി തങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അടുത്തറിയാനും നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 1000 രൂപയാണ് നമ്മുടെ ഇതിനുള്ള ഫീ എന്ന് പറയുന്നത്. 1000 രൂപ എന്ന് പറയുന്നത് ഒരു മാസത്തിനോ 2 മാസത്തിനോ ഒന്നും അല്ല കേട്ടോ. അത് നമ്മുടെ എപ്പോഴാണോ മുത്തുനബി തങ്ങളുടെ ചരിത്രം മുഴുവൻ നമ്മുടേത് പറഞ്ഞു തീരുക, അതൊരിക്കലും ഈ 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്കും ആരുടെ നമ്പറും കാണാൻ പറ്റില്ല, അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളൊരു ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. 1000 രൂപ മാത്രമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഫീ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, മുത്തുനബി തങ്ങളുടെ കഥകളൊക്കെ കേട്ട് നല്ല രീതിയിൽ മുത്തുനബിയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻഷാ അള്ളാ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.